ഹേ ഗായ്സ്, അങ്ങനെ പിറ്റേ ദിവസവും രാവിലെ തന്നെ ഞങ്ങൾ കുളിച്ച് റെഡിയായി ക്ഷേത്ര ദർശനത്തിനായി മൂകാംബിക ക്ഷേത്രത്തിലെത്തി. അവിടെ ചെന്നിട്ട് ഞങ്ങൾ ആദ്യം ചെയ്തത് ആയുക്കുട്ടൻ്റെ വിദ്യാരംഭം നടത്തി. അത് ആ കുഞ്ഞിനെ നമുക്ക് എഴുത്തിനിരുത്തണം എന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടിയിട്ടാണ് അവിടെ പോയത്. അങ്ങനെ ആദ്യം അത് നടത്തി. പിന്നീട് നമ്മൾ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞു, വഴിപാടുകളൊക്കെ നടത്തി. ദേവിയമ്മയെ നന്നായിട്ട് തൊഴാനായിട്ട് സാധിച്ചേ. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് കുടജാദ്രിയിലേക്കാണ്. മൂകാംബിക ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് കുടജാദ്രി എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ ശങ്കരാചാര്യർ തപസ്സിരുന്ന സർവജ്ഞപീഠം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. അവിടേക്ക് നമുക്ക് ഈ ജീപ്പിൽ മാത്രമേ പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മളെ സ്വന്തം വാഹനത്തിലൊന്നും നമുക്ക് അവിടേക്ക് പോകാൻ പറ്റില്ല. കാരണം റോഡൊക്കെ വളരെ മോശമാണ്. നമ്മളതിൽ ജീപ്പിലിരുന്ന് കുലുങ്ങി വേണം പോകാനായിട്ട്. അവിടെ ജീപ്പ് ചെല്ലുന്ന സ്ഥലത്ത് നിന്നും വീണ്ടും ഒരു 1.5-2 കിലോമീറ്ററോളം നമുക്ക് കുത്തനെയുള്ള കയറ്റമാണ്. ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ കുടജാദ്രി എന്ന് പറയുന്നത്. നമ്മൾ കുറേ സമയം ഏകദേശം ഒരു 2 കിലോമീറ്ററോളം നമ്മൾ നടന്ന് മുകളിലേക്ക് കയറണം. അത് നല്ലൊരു വൈബാണ് കേട്ടോ. നമുക്ക് കോടമഞ്ഞും ഒക്കെ ആസ്വദിച്ച് ചെറിയ കുഞ്ഞു മഴയൊക്കെ ഇടയ്ക്ക് പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വളരെ എൻജോയ് ചെയ്തിട്ടാണ് കയറി പോയത്. അതിൽ ഏറ്റവും എൻജോയ് ചെയ്തത് കുട്ടികളാണ്. കാരണം ആയുമൊക്കെ ഭയങ്കര സ്പീഡിലാണ് കയറി പോയത്. ഇടയ്ക്ക് നല്ല കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു. അപ്പം ഓപ്പോസിറ്റ് വന്നവരോട് ഞാൻ തിരക്കായിരുന്നേ, നമ്മൾ എത്താറായോന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല നേരെ കയറി പൊക്കോളാൻ. അങ്ങനെ ഞങ്ങൾ നേരെ കുറേ നടന്നു, കുറേ എൻജോയ് ചെയ്തു കേട്ടോ. ഈ ഒരു സ്ഥലം സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൊക്കയാണ്. അവിടെ നമ്മൾ ആ സൈഡിലേക്ക് നോക്കാൻ പാടില്ല, നോക്കാതെ നേരെ നടന്നു പോകണം. അങ്ങനെ കുറേ നടന്ന് നമ്മൾ അവസാനം സർവജ്ഞപീഠത്തിൽ എത്തിച്ചേരുകയാണ്. അവിടെ ചെല്ലുമ്പോഴുള്ളൊരു വൈബെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നന്നായി കോട മൂടി ഒരു പ്രത്യേക വൈബാണ് അവിടെ ചെല്ലുമ്പോൾ. എന്തോ ഒരു മനസ്സിനൊരു സമാധാനം കിട്ടിയ ഒരവസ്ഥ. അത് ഒരു പക്ഷേ ദേവിയുടെ അനുഗ്രഹം കൊണ്ടാവാം നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും അറിയാതെ നമ്മൾ അത്രയും ഉയരത്തിലേക്ക് കയറിപ്പോകുന്നു. എന്നിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞങ്ങൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. സർവജ്ഞപീഠത്തിൽ കുറേ സമയം അവിടെ ഇരുന്നു. എന്നിട്ട് ഞങ്ങൾ കുറച്ചധികം ഫോട്ടോസൊക്കെ എടുത്ത് വളരെ ഹാപ്പിയായി കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് മല ഇറങ്ങി ഇങ്ങ് പോന്നു കേട്ടോ. എന്നിട്ട് വൈകുന്നേരം തന്നെ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണേ. അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് കുടജാദ്രിയിൽ പോകാനും വളരെയധികം സന്തോഷത്തോടെ അതെല്ലാം സാധിച്ചു.